also under sun. Election work is also under sun. So sun is really kissing me. I love that kissing. പാത്രം കൊട്ടി കൊറോണ ഓടിക്കുന്നു. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കൊട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? നമ്മുടെ കുണ്ട്രം മണ്ഡലത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. എല്ലാവർക്കും അപ്പൊ ഇലക്ഷൻ കാല കോമഡികളിലേക്ക് വീണ്ടും സ്വാഗതം. കേരളം ഏകദേശം നിയമസഭാ ഇലക്ഷനോട് അടുക്കാറായി അല്ലെ? 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ ആയി. പക്ഷെ ഇലക്ഷൻ പ്രമാണിച്ചതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇനി 2-3 ദിവസത്തേക്ക് നമുക്ക് ചിരിക്കാനുള്ള വക കിട്ടും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇലക്ഷൻ പ്രചരണ കോമഡികളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. സത്യം പറയാലോ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ കോമഡി പരിപാടികളൊന്നും വലിയ രീതിയിൽ കാണാറില്ല. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നു നോക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു NDA കാൻഡിഡേറ്റ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തിനെ വിളിച്ചു പറഞ്ഞൊരു വീഡിയോ ഉണ്ടാവും. അതും കണ്ട് ചിരിക്കലാണ് എന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എന്റെ മെയിൻ ടൈം പാസ് അതായിരുന്നു. പക്ഷെ എന്തോ അതങ്ങോട്ട് അവസാനിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോൾ മനസ്സിൽ എന്താ ഇവിടേക്കോ ഒരു വിങ്ങല്. ഇനി ഇതൊക്കെ കണ്ട് നമുക്ക് ചിരിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ. എന്തായാലും പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ കോമഡിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ കൊല്ലം കുണ്ടറയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള റോബിനിൽ നിന്ന് തന്നെ തുടങ്ങാം. റോബിൻ ചേട്ടാ, അപ്പൊ പറഞ്ഞാട്ടെ. നമ്മുടെ കുണ്ട്രം മണ്ഡലത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. തൽക്കാലം ഒരു കാര്യം ചെയ്യും റോബിനെ, നീ കുണ്ടറയിൽ ഫ്രീ ആയിട്ട് ഒരു തട്ടുകട അങ്ങ് തുടങ്ങിക്കോ. അതാകുമ്പോൾ നാട്ടുകാരുടെ പട്ടിണി നിനക്ക് എളുപ്പത്തിൽ മാറ്റാലോ. എല്ലാവരും ഞാൻ ആലോചിക്കുന്ന അതല്ല, ഇത്രയും പട്ടിണിയും പരിവട്ടുള്ള സ്ഥലമാണോ കൊല്ലം കുണ്ടറ? എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം എക്സിസ്റ്റിംഗ് ഉള്ളതായിട്ട് എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. എന്നാലും റോബിൻ ചേട്ടൻ ബാക്കി പറഞ്ഞോട്ടെ. ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാൻ പറയുന്നത് ഇതൊക്കെ ഞാനൊരു മനുഷ്യനെന്നുള്ള രീതി പറഞ്ഞു, ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറയുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് റോബിൻ ചേട്ടാ, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറഞ്ഞതല്ല, ഒരു മനുഷ്യനായിട്ട് പറഞ്ഞതാണെന്നുള്ളത്. കാരണം നിങ്ങളെപ്പോലെ കുറെ ആൾക്കാർ നമ്മൾ മുമ്പും കണ്ടതാണ്. അവരുടെ പല വാഗ്ദാനങ്ങളും ഞങ്ങൾ കേട്ടതുമാണ്. അവരൊക്കെ മുമ്പ് നമുക്ക് പല വാഗ്ദാനങ്ങളും നൽകി നമ്മുടെ വോട്ടും വാങ്ങിച്ച് വിജയിച്ച് പോയതാണ്. പിന്നെ അവരെ മഷിട്ട് പോലും നോക്കിയിട്ട് വൈക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ വല്ലാണ്ട് മനുഷ്യത്വം വിളമ്പാൻ നിൽക്കല്ലേ റോബിനെ. ഞാനൊരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറഞ്ഞതല്ല, ഞാനൊരു മനുഷ്യനായിട്ട് പറഞ്ഞതാണ് പോലും. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യനില്ലേ. എന്തായാലും നീ ബാക്കി പറഞ്ഞേ. ഓക്കെ, മനുഷ്യൻ രീതിയിൽ ഇവിടെ നിന്നപ്പോ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെല്ലാരും എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിജയമാണ്. നമ്മുടെ വിജയോ? അത് ഏത് ഭാഗ്യല്ല റോബിനെ നമ്മുടെ വിജയം? അല്ല, കുണ്ടറയിൽ ഇലക്ഷൻ കഴിഞ്ഞോ? റിസൾട്ട് വന്നോ? അവിടെ BJP ജയിച്ചു. അല്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ റോബിൻ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കുണ്ടറയിലെ വോട്ടെടുപ്പ് പോലും നടന്നില്ല, അപ്പോഴേക്കും ആശാൻ വിജയം ഉറപ്പിച്ച് ഇത് നമ്മുടെ വിജയമാണ് പോലും. ഇതൊക്കെ കേൾക്കണം പഠിച്ചോനെ. എന്തായാലും കൊള്ളാം റോബിനെ, നിന്റെ പദ്ധതി കൊള്ളാം. പട്ടിണി ഇല്ലാത്ത കുണ്ടറ, അതാണ് റോബിൻ സ്വപ്നം കണ്ട കുണ്ടറ. ഇതൊക്കെ പറയുമ്പോൾ റോബിന്റെ പാർട്ടി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും കേട്ടോ. എന്തായാലും അവിടത്തേക്കാളൊക്കെ നിലവിൽ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. ഇനി എന്തെങ്കിലും ഞങ്ങളുടെ കേരളത്തിലുള്ള ആൾക്കാർ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ റോബിനെ വിജയിപ്പിക്കും. ഇപ്പൊ തൽക്കാലം ഞങ്ങളിപ്പോ ഇവിടെ റോബിന്റെ ആവശ്യമില്ല. എന്തായാലും റോബിൻ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് മൂവ് ചെയ്യാം. ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. അത് മറ്റാരുമല്ലേ, ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി ആതിര D നായർ. അപ്പൊ നമുക്ക് ഇനി ആതിര D നായർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേട്ടോക്കാം. കേന്ദ്ര സർക്കാരിന് ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്കിത് ഇപ്പൊ പോലും നിലവിൽ പോലും നമുക്ക് ഒരുപാട് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പദ്ധതികൾ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതൊന്നിനൊന്നും മാറ്റം വരാത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കുടിവെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലം പണി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനൊന്നും ഒരു മാറ്റം വരാത്തത് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം എന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമുക്കിതിനെല്ലാം അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾ വന്നിട്ടെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവണം, സൊല്യൂഷൻസ് കൊണ്ടുവരണം. അതെ, വല്ലാത്തൊരു പ്ലാൻ ആയി പോയത് ചേച്ചിയുടേത്. ചേച്ചിനെ വർത്താനം കേട്ടോ തോന്നും ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും നടപ്പാക്കാതെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫണ്ടും വിനിയോഗിക്കാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അല്ല, ആ രീതിയിലാണ് ചേച്ചിയുടെ സംസാരം. ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല, പാലം പണി നടക്കുന്നില്ല. കാരണം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കെട്ടിക്കെടുക്കാണ്, ഇവിടെ വിനിയോഗിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന് വിട്ട ഫണ്ട് ഇവിടെ എത്തിയാലല്ലേ ഈ പണികളൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ളത്തിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. പാലം പണിയാണെങ്കിൽ തീരെ നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. വിജയിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിന് ഫണ്ട് നമുക്ക് വാങ്ങി തന്നോളൂ. അപ്പൊ അവിടുത്തെ പാലമ്പടി ആണെങ്കിലും കുടിവെള്ളം ആണെങ്കിലും എല്ലാത്തിനും പരിഹാരം കാണും. അല്ലേ ചേച്ചി, ഇത് നിങ്ങൾ പറഞ്ഞ് കേരളം ഒന്നല്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റിക്കളയല്ലോ. നേരത്തെ ഒരുത്തം വന്നിട്ട് കേരളത്തിനെ പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് ഒരുത്തി വന്നിട്ട് പറഞ്ഞു കേരളത്തിന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നു. ഇതൊക്കെ കേൾക്കണം റബ്ബേ. അല്ല, ഇതൊക്കെ പറയുമ്പോൾ ഇവരുടെ സർക്കാർ ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇതിനും പരിതാപകരമാണ്. അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ കേരളം. എന്നിട്ടാണ് കേരളത്തിന് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, കേരളം എത്രയോ പിറകിലാണെന്ന് പറഞ്ഞ് ഇവർ പ്രസംഗിക്കാൻ വരുന്നത്. കഴിഞ്ഞില്ല കേട്ടോ. ഇനി ആതിര D നായരുടെ അടുത്ത തളം നമുക്കൊന്ന് കേട്ടോക്കാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് മാറ്റം, ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വാ. എങ്ങനെയാ
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിലൊന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു, ഈ മാറ്റം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് വേറെ കൺട്രിയിലുണ്ട് UPI ഇതുപോലെ സജീവമായിട്ട്? നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്ന? ഇത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മറ്റേ ഇതിന്റെ കമന്റ്സ് പോലും ഞാൻ കാണാറുണ്ട്, ചാണകം അല്ലെങ്കിൽ ചാണകം തലക്കി കയറി ഇങ്ങനെയൊക്കെ. നിങ്ങൾ നോക്കൂ, ഞാൻ വായിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. എന്ത് വായിച്ചിട്ടാണെന്നാണ് മോളെ ഈ പറയുന്നത്? ശാഖയെന്ന് എഴുതി തന്ന പുസ്തകം വായിച്ചിട്ടാണ് മോളെ ഈ ഡയലോഗ് അടിക്കുന്നത്? എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആതിര പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതിൽ ആദ്യമായി ആതിര പറഞ്ഞത് UPI ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ നിലവിൽ UPI ഉള്ളത്. ഭൂട്ടാൻ, സിംഗപ്പൂർ, ഖത്തർ, മൊറീഷ്യസ്, നേപ്പാൾ, UAE, ശ്രീലങ്ക, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ UPI നിലവിലുണ്ട്. അവരൊക്കെ സജീവമായി UPI ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഗൂഗിളിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അപ്പൊ ആദ്യത്തെ തെറ്റ് അവിടെ തന്നെ സംഭവിച്ചു. പിന്നെ രണ്ടാമത്തെ തെറ്റ്, ഇന്ത്യയിൽ UPI കൊണ്ടുവന്നത് BJP ഗവൺമെന്റ് ആണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിൽ UPIന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 2012 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്തിട്ടാണ് ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം 2012 ഇന്ത്യ ഭരിച്ചതാരാണ്? കോൺഗ്രസ് ആണ്. 2014 BJP അധികാരത്തിലേറുന്നത്. അപ്പോഴേക്കും UPIന്റെ ഡെവലപ്മെന്റ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. 2016 ആയപ്പോഴേക്കും ഇന്ത്യയിൽ UPI ലോഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, കോൺഗ്രസ് സർക്കാരിന്റെ കാര്യം തൊട്ടേ ഇതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലോഞ്ച് ചെയ്തപ്പോഴേക്കും ഭരണം മാറിയെന്ന് മാത്രം. ഇനിയിപ്പോ ആ സമയത്ത് BJP അല്ല കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ പോലും UPI ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. 2016 തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. അത് ചിന്തിക്കാൻ ഇത്തിരി കോമൺ സെൻസ് മതി. അപ്പൊ ചേച്ചി, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് UPI ലോഞ്ച് ചെയ്തു എന്ന് കരുതി അതിന് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ തൽക്കാലം വരണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടി ഭരണത്തിന് വരുന്നതിന് മുമ്പ് ഇതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചേച്ചിന്റെ ബുദ്ധിയിലെ അപാരം തന്നെ. അതാണ് ശാഖയിൽ എഴുതി തന്നെ പുസ്തകം നോക്കി പഠിച്ചിട്ട് ക്യാമറക്ക് മുന്നിൽ ഡയലോഗ് അടിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ. ഇനി നമുക്ക് ചേച്ചിന്റെ അടുത്ത തളന്ന് കേട്ടോക്കാം. കൊറോണ വന്ന സമയത്ത് പാത്രം അടിക്കുന്നു, ഈ പറഞ്ഞ പോലെ നോട്ട് നിരോധനം, ഇതൊക്കെ ഈ ഒരു പാർട്ടിയുടെ എന്ന് വെച്ചാൽ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ അംഗീകരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ? ചേട്ടാ, അതിന്റെ റീസണും അവർ തന്നെ പറഞ്ഞില്ലേ ആക്ച്വലി. അതായത് എന്തിനാണ് അങ്ങനെ പാത്രം കുട്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെന്തായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ലൈറ്റ്സ് ഓൺ, അതൊക്കെ ഒരു ഇപ്പം നമ്മൾ എല്ലാവരും കുറെ ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തിയിട്ട് മറ്റേ ദീപം തെളിയിക്കാൻ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു ആ സമയത്ത്? അല്ല. അപ്പൊ നമ്മൾ വീടിനുള്ളിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സമയത്ത്. അല്ലാതെ അതിനെ ട്രോൾ, നമ്മുടെ എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് വേറൊരു ട്രോളാക്കി ഇവിടെ ഇറക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഇതൊന്നും അറിയാത്ത, ഇതിനെ പറ്റിയൊന്നും അധികം അറിയാത്ത ആളുകൾ ഇത് എന്താ പറയാ, ഇത് വിശ്വസിക്കുകയാണ്. അതെ 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 എന്തോന്ന് തേങ്ങ ഈ കുട്ടി പറയുന്നത്? എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടല്ലേ. ചോദ്യം ഒരു വഴിക്ക് പോകുന്നുണ്ട്, ഉത്തരം വേറെ വഴിക്കും പോകുന്നുണ്ട്. സംഭവം ചോദിച്ച ചോദ്യം സിമ്പിളാണ്. കൊറോണന്റെ സമയത്ത് ഈ പാത്രം കൊട്ടുകയും ദീപം തെളിക്കുകയും ചെയ്ത് എന്തിനാണെന്നുള്ളത്. അതിന് ഉത്തരം സിമ്പിളാണ്. അതായത് ആ സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രവർത്തകര് നമുക്ക് വേണ്ടി ആഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കൊറോണയെ തുരത്താൻ വേണ്ടി അവർ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്കുള്ള ട്രിബ്യൂട്ട് എന്നോണമാണ് വീട്ടിൽ ദീപം തെളിയിക്കാനും പാത്രം കൊട്ടാനും ഒക്കെ അന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. ഇത്ര സിമ്പിൾ ആയിട്ട് ഇതിന് മറുപടി പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ചേച്ചിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. ഇതിനേക്കാളും നന്നായിട്ട് അലൻ ജോസ് പെരേരനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ മൂപ്പർ ഉത്തരം പറയും. മൂപ്പർ ഇതിനേക്കാളും വ്യക്തമായിട്ട് മറുപടി പറയും. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ആതിരാടി നായരെ മത്സരിപ്പിക്കുന്നതിന് പകരം അവിടെ അലൻ ജോസ് പെരേരനെ മത്സരിപ്പിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഒരു സിമ്പിൾ ചോദ്യത്തെ പോലും ടാക്കിൾ ചെയ്യാൻ ചേച്ചിക്ക് പറ്റുന്നില്ല എങ്കിൽ, ചേച്ചിനൊക്കെ അധികാരത്തിലേറ്റി കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ പാടുപെടല്ലോ. ചേച്ചിനെ MLA ആക്കി കഴിഞ്ഞാണെങ്കിൽ ഈ വിവരം വിദ്യാഭ്യാസം വെച്ച് ചേച്ചി എങ്ങനെ നിയമസഭയിൽ പിടിച്ചിരിക്കും? നല്ല രസം ഉണ്ടാവും. എന്തായാലും കൊള്ളാം ചേച്ചി. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. പാത്രം കൊട്ടി കൊറോണ ഓടിക്കുന്നു. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കൊട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്കറിയില്ല കേട്ടോ അതൊക്കെ എങ്ങനെ പറയണമെന്നുള്ളത്. എന്നാ പിന്നെ അറിയില്ലെങ്കിലും മിണ്ടാതിരുന്നൂടെ? ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയണോ? അറിയാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിനാണ് വെറുതെ വാചാലനായിട്ടുള്ള ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടുന്നത്? ബാക്കി പറയുന്നതായാലും കുറച്ച് കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് കേട്ടാൽ മതി. അതിപ്പോൾ അവർ നല്ല ഏതൊരു പൊളിറ്റീഷ്യൻ ആയാലും, ഏത് പാർട്ടിയുടെ ഏത് പൊളിറ്റീഷ്യൻ ആയാലും, അവർ പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടാൽ, എന്താണ് അവർ പറയുന്നതിന്റെ ഒരു കോർ മീനിങ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ അതെ ചേച്ചി പിന്നെ കോർ മീനിങ് മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് ചേച്ചിനെ സംസാരിച്ച് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ എന്തോ ചേച്ചി മറുപടി ആയിട്ട് പറയുന്നത്. അതിനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചേച്ചി നല്ലോണം കോർ മീനിങ് മനസ്സിലായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ചേച്ചിക്ക് തന്നെ ധാരണയല്ലേ ചേച്ചിന്റെ സർക്കാർ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. കൊറോണയുടെ സമയത്ത് പാത്രം കൂട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി അവസാനം പറഞ്ഞേ കേട്ടില്ലേ? എന്നോടൊന്നും ചോദിക്കാൻ വരണ്ട. അതൊക്കെ അന്നേരം മോദിജി പറയുമ്പോൾ നിങ്ങൾ കേൾക്കണമായിരുന്നു. അന്നേരം നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. അന്നേരം നിങ്ങളുടെ ചെവി എവിടെ പോയി എന്നിട്ട് ഇപ്പൊ എന്നോട് ചോദിക്കാൻ വന്നേക്കുവാണോ? ഇപ്പൊ എന്നോട് ഇതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല
മക്കളെ എന്നുള്ള രീതിയിലാണ് ചേച്ചിന്റെ മറുപടി. ഇത്ര ഉള്ളു ചേച്ചിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. അല്ലാതെ ഇപ്പൊ എന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഞാൻ പറയുന്നല്ലോ, ഞാൻ തുടക്കത്തിൽ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് പോലും ഒരു സംശയം ഉണ്ടായിരിക്കാം, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്ന് ഈ 6ാമത്തെ ദിവസത്തിലോട്ട് എത്തുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ചിന്ത പോലും മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അവിടെ തന്നെ എന്റെ വിജയമായില്ലേ? അതെ അതെ, ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ആതിരാടി നായർ ആദ്യം ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പെണ്ണ് വന്നിട്ട് എന്ത് ചെയ്യാനാന്നുള്ളത്. പക്ഷെ ഇന്ന് 6ാമത്തെ ദിവസത്തെപ്പോഴേക്കും ആ ചിന്തയും ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെ കൊണ്ട് ഒരു കുന്തു നടക്കത്തില്ല എന്ന്. അത് ചേച്ചിയുടെ തന്നെ വിജയമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം അത്രയും മണ്ടത്തരങ്ങൾ ഈ 6 ദിവസം കൊണ്ട് ചേച്ചി കാണിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഉള്ളത് പറയല്ലോ ചേച്ചി, പറയുന്നതിനെ കൊണ്ടൊന്നും തോന്നരുത്. ഇത് ചേച്ചിക്ക് പറ്റിയ പണിയല്ല. ചേച്ചിക്ക് പറ്റിയ പണി എന്ന് പറയുന്നത് ഡാൻസ് കളിക്കലും പാട്ട് പാടലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകലുമാണ്. അത് ചേച്ചി നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്യുന്നുണ്ട്. ചേച്ചി അതന്നെ തുടർന്ന് പോയിക്കോളി. എന്തിനാണ് വെറുതെ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ട്രോള് വാങ്ങിച്ചു കൂട്ടുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും ചേച്ചിക്ക് അറിയത്തില്ല. ചുമ്മാ ശാഖയെന്ന് പഠിപ്പിച്ചു വിടുന്ന എന്തെങ്കിലുമൊക്കെ വന്ന് ഡയലോഗ് അടിക്കാന്നല്ലാണ്ട് ചേച്ചിക്ക് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ധാരണ ഒന്നുമില്ല. അതുകൊണ്ട് ചേച്ചി മെയ് 4-ാം തീയതി കൂടി ഫീൽഡ് അങ്ങ് വിട്ടേക്ക്, അതായിരിക്കും നന്നാവാം. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞോട്ടെ. സത്യമാണ്, എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഭഗവാനെ, ഭയങ്കര ഒരു മനക്കെട്ടിയാണ് കേട്ടോ. എന്നെ ഇതൊന്നും തളർത്തുന്നില്ല എന്നുള്ളതാണ് അതിൽ. അത് പിന്നെ മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ തളർന്നോളും. ബാക്കി പറഞ്ഞാലും അവരുടെ ഉദ്ദേശം അതാണ്, നമ്മൾ എങ്ങനെയും തളർന്ന്, കാരണം പെൺകുട്ടിയാണല്ലോ, 25 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തളരും, നമ്മളങ്ങ് സങ്കടപ്പെട്ട് വല്ലാണ്ടാവും. പക്ഷെ അതൊന്നും എന്നെ ഏറ്റുന്നത് പോലുമില്ല. അത് സമ്മതിച്ചിരുന്നു കേട്ടോ. അപാര തൊലിക്കെട്ടിയാണ് ചേച്ചിക്ക്. പിന്നെ ചേച്ചി ഒരു കാരണവശാലും തളരരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. അങ്ങനെ തളർന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പിന്നെ ആര് വന്ന് പൊട്ടത്തിലെങ്കിലും വിളിച്ച് പറയും, ഞങ്ങൾക്ക് ട്രോളാനുള്ള വക ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചി തളരരുത്. ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ചേച്ചി ഇങ്ങനെ തളരാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതിനെ കൊണ്ടാണ് ഓരോ ദിവസവും ട്രോളാനുള്ള വക ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചി തളരരുത് കേട്ടോ. ചേച്ചി ഇങ്ങനെ തന്നെ കരുത്തോടെ മുന്നോട്ട് പോകണം. ചേച്ചിക്ക് ഞങ്ങളുടെ വക ഫുൾ സപ്പോർട്ട്. ബാക്കി പറഞ്ഞാലും പോലുമില്ല. ചിലതൊന്നും ഞാൻ കാണാറില്ല, ചിലത് കാണുന്നത് ഞാൻ എല്ലാം വായിക്കാറുണ്ട് ഇവരുടെയൊക്കെ. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളത്, അതൊക്കെ അവരുടെ സംസ്കാരമാണ്. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ആ സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചു വളർന്നൊരു ആ സംസ്കാരത്തിലും അല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. അവരുടെ സംസ്കാരം അവരിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ മറുപടി കൊടുക്കാത്തതാണ് നമ്മുടെ സംസ്കാരം. അതെ, വളരെ നല്ല സംസ്കാരമാണ് കുട്ടിയുടേത്. ഈ സംസ്കാരത്തിൽ തന്നെ കുട്ടി മുന്നോട്ട് പോയാൽ മതി. കുട്ടിക്കെതിരെ പല ട്രോളുകളും വരും. കുട്ടി അത് മൈൻഡ് ചെയ്യാനേ പോകരുത്. ഇനിയും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുട്ടിയുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട ആ ചാണക സംസ്കാരം ഉണ്ടല്ലോ, അതിൽ തന്നെ കുട്ടി അടിയുറച്ച് നിൽക്കണം. ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്, പോകാനേ പാടില്ല. എല്ലാ രീതിയിലും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും കുട്ടിക്ക്. എനിവേ, ആതിരാടി നായർ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ തൃപ്പൂണിത്തറയിലേക്ക് ചെല്ലാം. അവിടുത്തെ NDA സ്ഥാനാർത്ഥി ആരാണ്? അഞ്ജലി നായർ. നമുക്ക് ആദ്യം അഞ്ജലി നായരുടെ ഇംഗ്ലീഷിൽ നിന്ന് തന്നെ തുടങ്ങാം. Voting is also under sun. Election work is also under sun. So sun is really kissing me. I love that kissing. യാ വെരി നൈസ്. ചേച്ചി എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കി കേട്ടോക്കെ എന്തായാലും. Because BJP, well, people knows that it's a big Modiji's development, Modiji's strategies. Everyone knows. നമുക്കറിയാലോ. So I'm ready to suffer whatever comes from the upper or niche, whatever. കുട്ടിക്ക് മലയാളം അറിയാ. ഓ, അങ്ങനെ കഷ്ടപ്പെട്ട് ചേച്ചി ഒപ്പിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. BJP നരേന്ദ്ര സർക്കാർ ഊപ്പർ നീച്ചെന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇനി അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്, അത് ചേച്ചിനോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്തായാലും ചേച്ചിക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാന്നുള്ളത് ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ. ഇനി ചേച്ചിയുടെ ചില പ്രചരണ കോമഡികളൊന്ന് കണ്ടോക്കാം. ഇതെന്താ നഴ്സറി സ്കൂളോ? എല്ലാരും നിരത്തി നിർത്തിട്ട് ആരൊക്കെ വോട്ട് ചെയ്യും കൈ പൊക്കിയാട്ടെ എന്നൊക്കെ. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരൊക്കെ കൈ പൊക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പേടിയല്ലേ? അറിയാതെ പാവം ചേച്ചി ചമ്മിപ്പോയി, ആരും കൈപൊക്കിയില്ല. ചേച്ചിക്ക് തന്നെ അപ്പൊ മനസ്സിലായിക്കോട്ട് പരസ്യമായിട്ട് നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ കൊള്ളത്തില്ല എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാണെങ്കിലും അവിടെ കൈ പൊക്കേണ്ടതല്ലേ. എന്നിട്ട് അവസാനം ചേച്ചി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ കൈയൊന്നും പൊക്കണ്ട, രഹസ്യമായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി എന്നൊക്കെ. ഇത്രയും ഗതികെട്ട ഒരു സ്ഥാനാർത്ഥിയിലെ വേറെ ബാക്കിയുടെ ഉണ്ടോക്കാം. ചക്ക വേണ്ടെന്ന് വെക്കുമ്പോ അപ്പുറത്തുള്ള ഒരു ചേച്ചിയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വേണ്ടെന്നൊക്കെ ഞാൻ വേണം ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പുറത്തുള്ള ചേച്ചി ശ്രദ്ധിച്ചല്ലോ, വേണ്ടെന്നൊക്കെ. നിർത്തി അങ്ങ് അപമാനിക്കാണില്ലേ. പാവമുണ്ട് നമ്മുടെ ചക്കച്ചേച്ചി. ഇനിയും അപമാനങ്ങൾ ഏറ്റുവാങ്ങാൻ ചക്കച്ചേച്ചിയുടെ ജീവിതം ഇനിയും ബാക്കി. എന്തായാലും നമ്മുടെ ചക്കച്ചേച്ചി അവിടെ നിൽക്കട്ടെ. ഇനി അവസാനമായി നമുക്ക് അഖിൽമാരാരുടെ ഒരു കോമഡിയും കൂടി കണ്ട് അവസാനിപ്പിക്കാം. അഖിൽമാരാറില്ലാണ്ട് എന്ത് ഇലക്ഷൻ കോമഡികൾ അല്ലേ? എന്തായാലും കണ്ടോക്കാം. പറഞ്ഞിട്ടില്ല. ഞാൻ ചാണകം മെഴുകിയ തറയിൽ ഞാനും അമ്മൂമ്മയും കൂടെ പണ്ട് കിടന്നുറങ്ങിയത് ചാണകം മെഴുകിയ തറയിലാ. അത്രയും അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ?
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? ചാണകത്തിന്റെ ഗുണഘടനകളെ പറ്റി അറിവില്ലായ്മ കൊണ്ടല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ അത് പറയുന്നത്. ചാണകം കഴിക്കുന്നത് നല്ലതാണ്, ചാണകം ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ്, ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് ബിജെപി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആയുർവേദപരമായിട്ട് ഇതൊക്കെ ഗുണമുണ്ട്. ഇപ്പൊ ഞാനിതൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ? ഈ BJP ചേർന്ന എല്ലാരും ഇങ്ങനെ തന്നെയാണോ? വെറുതെ അല്ലേ BJP ചേർന്ന ചാണകം ചവിട്ടി എന്ന് പറയുന്നത്? ചാണകത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പോലും. അത് ആയുർവേദത്തിൽ പറഞ്ഞതാണ് പോലും. ഏത് ആയുർവേദത്തിലാണ് പറയുന്നത്? ശാഖയെന്ന് എഴുതി വിട്ട ആയുർവേദ പുസ്തകത്തിലായിരിക്കും ഇത് പറയുന്നത്. ഒക്കെ ഒരു വണ്ടിക്ക് തന്നെ കേട്ടോ. എന്നാലും ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ മാറോ? എന്തായാലും കൊള്ളാം അഖിൽമാരാണ് നിന്റെ ചാണക ബുദ്ധി. താങ്കൾ ചാണകത്തിനെ കുറിച്ച് ഇത്രയും അറിവുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇനി എന്തായാലും അധികം വൈകാതെ അഖിൽമാരാർജി ചാണകത്തിൽ കുടിക്കുന്നതും ഗോമൂത്രം കുടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ആ ദിവസം അധികം വിദൂരത്തല്ല. അന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തൊടിനായിട്ട് അഖിൽമാരാർജി വരും. നോക്കിക്കോളി നിങ്ങൾ. ഇങ്ങനെ പ്ലസ് പോയിന്റ് അതാണ് കേട്ടോ. എന്ത് മണ്ടത്തരം കാണിക്കുകയാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ തൊടിനായി നിർത്തും. എന്നിട്ട് അത് വെച്ച് എങ്ങനെയെങ്കിലും പിടിച്ചിക്കാൻ നോക്കും. അത് ബിഗ് ബോസിലൊക്കെ നടക്കും. പക്ഷെ പൊളിറ്റിക്സിൽ അത് നടക്കുന്നു തോന്നുന്നില്ല. പൊളിറ്റിക്സിൽ വന്ന് ബിഗ് ബോസ് കളിക്കാൻ എന്നാലുണ്ടല്ലോ ആൾക്കാർ ഊക്കി വിടും. എന്തായാലും കൊള്ളാമെങ്കിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കോമഡികൾ. പക്ഷെ സമയപരിമിതി മൂലം തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കാം. അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. അപ്പം